ആത്മകഥാംശമുള്ള കാലത്തിലെ നായകൻ സേതു നോവലിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് എഴുത്തുകാരന്റെ മനസ്സിൽ കിനിയുന്ന കവിതയുടെ നനവിനെക്കുറിച്ചാണ്. കവിത എഴുതാൻ ആഗ്രഹിച്ച നായകന്റെ കുട്ടിക്കാലം എഴുത്തുകാരന്റെ ഭൂതകാല കുളിരിലേക്കുള്ള മടക്കമാണ്. മുറിയുടെ ചുവരിൽ പെൻസിൽ കൊണ്ട് കുറിച്ചിട്ട 2 വരികൾ ഓർമ്മിക്കാൻ ശ്രമിക്കുകയാണ് സേതു. ജീവിതം പൂഴ്ന്നുപോകുന്ന മണൽത്തിട്ടയിലൂടെ കാലുകൾ വലിച്ചുവെച്ച് നടക്കുമ്പോൾ പുഴ നിശ്ചലം. കവിത ഓർമ്മിക്കാനാകാതെ സേതു നിസ്സഹായൻ. സ്മരണകളിൽ തെളിയാത്ത കവിതയെക്കുറിച്ചുള്ള കാലത്തിൽ നിന്നും മഞ്ഞിലെത്തുമ്പോൾ ഗദ്യം കവിതയായി തന്നെ പലപ്പോഴും എംടിയുടെ എഴുത്തു മാറുന്നു. സുധീർ മിശ്രയുടെയും വിമലയുടെയും നഷ്ടപ്രണയത്തിന്റെ മഞ്ഞിൻ തണുപ്പിലേക്ക് വരികളിങ്ങനെ ഉറഞ്ഞുകൂടുകയാണ്. എന്റെ ചുമലിൽ നിന്റെ ശിരസ് ചായ്ക്കൂ, നിന്റെ ചുണ്ടുകൾ എന്റെ ചുണ്ടുകളോടണയ്ക്കൂ, മറക്കാനാകാത്ത ഗാനങ്ങളിലേക്ക്. വിമല കണ്ടുമുട്ടുന്ന സർദാർജി ഇക്താരയുടെ ഒറ്റക്കമ്പി നാദം മീട്ടുമ്പോൾ നിറപ്പെയ്ത്തു നടത്തുകയാണ് കവിതയുടെ മേഘങ്ങൾ. ചോളക്കറ്റകൾക്കിടയിലൂടെ വർണ്ണത്തുമ്പിയെപ്പോലെ പാറി നടക്കുന്ന പഞ്ചാബി പെൺകുട്ടി പക്ഷിയോട് ചോദിക്കുകയാണ്, പറക്കൂ വളരെ ദൂരത്തോളം, എന്റെ പ്രിയതമനോട് ചോദിക്കൂ എന്നെ മറന്നതെന്തേ. ഹൃദയത്തിന്റെ ഒരു കഷ്ണം കടലാസാക്കി, വിരൽ മുറിച്ച് പേനയാക്കി, കാജൽ കണ്ണീരിൽ ചാലിച്ച് മഷിയാക്കി, ഞാൻ സന്ദേശമെഴുതട്ടെ. എംടി എഴുതി നിർത്തുമ്പോൾ വാക്കുകൾക്ക് പൂർണ്ണ വിരാമമിടാതെ ഗദ്യം കവിതയുടെ ചിറക് വിരിച്ച് വായനക്കാരുടെ മനസ്സിലേക്ക് പാറി വീഴുകയാണ്. ചിന്തകളുടെ തൂവാനത്ത് കാലങ്ങൾക്കപ്പുറവും നിറഞ്ഞു തൂവും ആ അക്ഷര നിറകുടം. കെ ബി ലിബീഷ്, ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.